നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് പുകയില ഉണ്ടാക്കുന്ന ഒരു പാടത്താണ്. ഈ കാണുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കേബേജോ കോളിഫ്ലവറോ ആയിരിക്കാമെന്നാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയതാണ്. സംഭവം പിന്നീടാണ് അറിഞ്ഞത് ഇത് പുകയിലാണ് എന്നുള്ളത്. അതന്നെ നമ്മളെ അർഷാദ് പിന്നെ നിയാസ് ഇവർ രണ്ടാളും നമ്മൾ ബൈ ചാൻസിൽ ഇവിടെ കണ്ടതുകൊണ്ട് ഇവർ പറഞ്ഞത് പ്രകാരമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്, ഇവരെ കിട്ടിയതുകൊണ്ട്. അങ്ങനെ നമ്മൾ പുകയിലേൻ്റെ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉള്ളേരിയയിൽ ഇങ്ങനെ ഉണക്കുന്ന ഒരു ഷെഡ് കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കാര്യങ്ങളൊക്കെ ഏതൊക്കെ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അടിപൊളിയായിട്ടുള്ള നാരങ്ങത്തോട്ടമുണ്ട്. അതുപോലെ തന്നെ പുകയിലയുടെ വേറൊരു തോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ മുളകിൻ്റെ അടാറൊരു തോട്ടം കാണുന്നുണ്ട്. ഈ തോട്ടം എല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് ഇവർ പരിചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്ന പരിചരണം ഇവരെ ടൗണിലും വീട്ടിലും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സുന്ദരമായിരിക്കും എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ച് പോയി. കാരണം ഇവിടെ അത്ര ഒരു പുല്ല് പോലും മുളക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഫുള്ള് പറിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷെഡ് കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ റോട്ടിൽ നിന്ന് ഇവിടേക്ക് എത്താനുണ്ടായ കാരണം. അപ്പോൾ വന്ന് നോക്കുമ്പോൾ മൊത്തം പുകയില ഇങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട്. കാറ്റ് കൊണ്ടിട്ടാണ് ഈ പുകയില ഉണങ്ങുക. പിന്നീടാണ് ഇത് പൊടിച്ചെടുത്തിട്ട് ബീഡി, സിഗരറ്റ് ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിലേക്കും ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം കാഴ്ചയുമായി പോയി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നിയാസും സിറാജും എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ കേട്ട് നോക്കിയപ്പോൾ അവർ പറയണം 300 രൂപയുള്ളൂ അല്ല ഇവർക്ക് കൂലി എന്നുള്ളത്. അതായത് ആ ഒരു തോട്ടത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കൂലി. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മളെ കേരളത്തിലെ അവസ്ഥ. പിന്നീട് ഈ ഷെഡിൽ ഇരിക്കുന്ന ഈ ഒരാളാണ് ഇതിൻ്റെ ഓണർ. മൂപ്പരോട് ഇവർ തെലുങ്കിൽ തന്നെ സിറാജും നിയാസും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ കേട്ടുകൊണ്ടിരുന്നു എന്ന് മാത്രം. അവരെ കിട്ടിയതിൻ്റെ ലക്കിയാണ്. ഈ ഒരു വീഡിയോയ്ക്ക് അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ആണ്. കാരണം ഈ ഒരു കാഴ്ചയിലേക്ക് എന്നെ കൊണ്ടുപോയതും ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചതും അവരുള്ളത് കൊണ്ടാണ്. പിന്നീട് നമ്മൾ ആ തോട്ടത്തിലേക്ക് പോയി കർഷകരോട് അല്ലെങ്കിൽ അവിടെ വടക്കെടുക്കുന്ന ആളുകളോട് കുറച്ച് കുശലങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് തിരിച്ചു പോരുന്നത്. പിന്നീട് സിറാജിനും നിയാസിനും പോകാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് പിരിയാനുള്ള പരിപാടിയാണ്. തിരിച്ചു വരുമ്പോൾ ഇതുപോലത്തെ കാഴ്ചകളാണ് കാണുന്നത്. റോട്ടിലിങ്ങനെ ചോളം ഉണക്കാനിട്ടിട്ടുണ്ട്. ഇതുപോലെ നിലത്ത് നടു റോട്ടിൽ ഉണക്കാനിട്ട ചോളമാണ് നമ്മുടെ നാട്ടിലേക്കെല്ലാം എത്തുന്നത്. അങ്ങനെ ഇവരോടൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞു എന്നുള്ളത്.